ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വയലാർ അവാർഡ് നേടിയ പ്രധാനപ്പെട്ട വ്യക്തികളെക്കുറിച്ചും കൃതികളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വയലാർ അവാർഡ് കൊടുത്തു തുടങ്ങിയ വർഷം 1977. വയലാർ അവാർഡ് നൽകുന്ന ദിവസം ഒക്ടോബർ മാസത്തിൽ 27-ാം തീയതി. ഒക്ടോബർ 27-നാണ് വയലാർ അവാർഡ് നൽകുന്നത്. വയലാർ അവാർഡ് കൊടുത്തു തുടങ്ങിയ വർഷം 1977. വയലാർ അവാർഡിന്റെ പുരസ്കാര തുക 1,00,000 രൂപയാണ്. 1,00,000 രൂപയാണ് വയലാർ അവാർഡിന്റെ പുരസ്കാര തുക. വയലാർ അവാർഡ് ആദ്യമായിട്ട് ലഭിച്ചത് ലളിതാംബിക അന്തർജനത്തിനാണ്. അവരുടെ പ്രധാന കൃതി അഗ്നിസാക്ഷി. അഗ്നിസാക്ഷി എന്ന കൃതിക്ക് ലളിതാംബിക അന്തർജനത്തിനാണ് ആദ്യമായിട്ട് 1977 വയലാർ അവാർഡ് ആദ്യമായി നേടിയത്. കൃതി അഗ്നിസാക്ഷിയാണ്. ലഭിച്ചത് ലളിതാംബിക അന്തർജനം. വർഷം 1977. 2022 വയലാർ അവാർഡ് എസ് ഹരീഷിനാണ് ലഭിച്ചത്. അദ്ദേഹത്തിന്റെ കൃതി മീശ. എസ് ഹരീഷിന്റെ മീശയ്ക്കാണ് 2022 വയലാർ അവാർഡ് നേടിയത്. എസ് ഹരീഷിന്റെ മീശ എന്ന കൃതി. 2023 വയലാർ അവാർഡ് നേടിയത് ശ്രീകുമാരൻ തമ്പി എഴുതിയ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ്. ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലത്തിനാണ് 2023 വയലാർ അവാർഡ് നേടിയത്. വയലാർ അവാർഡ് നേടിയ പ്രധാന വ്യക്തികളെ കുറിച്ച് നോക്കുമ്പോൾ 1982 വയലാർ അവാർഡ് നേടിയത് ONV കുറുപ്പാണ്. അദ്ദേഹത്തിന്റെ ഉപ്പ് എന്ന കൃതിക്കാണ് 1982 വയലാർ അവാർഡ് നേടിയത്. MT വാസുദേവൻ നായർക്ക് അദ്ദേഹത്തിന്റെ രണ്ടാമൂഴം എന്ന കൃതിക്ക് 1985 വയലാർ അവാർഡ് നേടി. MG വാസുദേവൻ നായർക്ക് രണ്ടാമൂഴം. വർഷം 1985. സുഗതകുമാരിക്ക് വയലാർ അവാർഡ് നേടിയ കൃതി അമ്പലമണി. 1984 വർഷം എഴുതുന്നത്. സുഗതകുമാരിക്ക് 1984 വയലാർ അവാർഡ് നേടിയ കൃതി അമ്പലമണി. അടുത്തതായി OV വിജയൻ. OV വിജയന് വയലാർ അവാർഡ് നേടിയത് ഗുരുസാഗരം എന്ന അദ്ദേഹത്തിന്റെ കൃതിക്കാണ്. വർഷം 1991. 1991 ഗുരുസാഗരം എന്ന കൃതിക്കാണ് OV വിജയന് വയലാർ അവാർഡ് നേടിയത്. അടുത്തതായി തകഴി ശിവശങ്കര പിള്ളയ്ക്ക് അദ്ദേഹത്തിന്റെ കയർ എന്ന കൃതിക്ക് 1980 വയലാർ അവാർഡ് നേടിയത്. തകഴി ശിവശങ്കര പിള്ളയ്ക്ക് കയർ എന്ന കൃതിക്കാണ് 1980 വയലാർ അവാർഡ് നേടിയത്. M മുകുന്ദൻ അദ്ദേഹത്തിന്റെ കേശവന്റെ വിലാപങ്ങൾ എന്ന കൃതിക്ക് 2003 വയലാർ അവാർഡ് നേടി. M മുകുന്ദൻ എഴുതിയ കേശവന്റെ വിലാപങ്ങൾ എന്ന കൃതിക്കാണ് 2003 വയലാർ അവാർഡ് നേടിയത്. വൈലോപ്പള്ളിയുടെ മകരക്കൊയ്ത്ത് എന്ന കൃതിക്കും വയലാർ അവാർഡ് നേടി. വൈലോപ്പള്ളി എഴുതിയ മകരക്കൊയ്ത്ത് വയലാർ പുരസ്കാര ജേതാവ് ആക്കി. അദ്ദേഹത്തെ വയലാർ പുരസ്കാര ജേതാവാക്കിയത് മകരക്കൊയ്ത്താണ്. വൈലോപ്പള്ളിയെ വയലാർ പുരസ്കാര ജേതാവാക്കിയ കൃതി മകരക്കൊയ്ത്ത്. മാധവിക്കുട്ടിയുടെ വയലാർ പുരസ്കാരത്തിന് ഇടയാക്കിയ അവരെ ജേതാവാക്കിയ കൃതി നീർമാതളം പൂത്തകാലം. നീർമാതളം പൂത്തകാലം എന്ന കൃതിക്ക് മാധവിക്കുട്ടിക്കും വയലാർ അവാർഡ് നേടി. അടുത്തതായി സാറ ജോസഫിന്റെ അലാഹയുടെ പെൺമക്കൾ. അലാഹയുടെ പെൺമക്കൾ എന്ന കൃതിക്ക് സാറ ജോസഫിന് വയലാർ അവാർഡ് നേടി. അലാഹയുടെ പെൺമക്കൾ എന്ന കൃതിക്ക് സാറ ജോസഫിന് വയലാർ പുരസ്കാരം ലഭിച്ചു. അടുത്തതായി C രാധാകൃഷ്ണൻ എഴുതിയ അദ്ദേഹത്തിന്റെ മുൻപേ പറക്കുന്ന പക്ഷികൾ എന്ന കൃതിക്കും വയലാർ പുരസ്കാരം നേടിയിട്ടുണ്ട്. മുമ്പേ പറക്കുന്ന പക്ഷികൾ എന്ന C രാധാകൃഷ്ണന്റെ കൃതിക്ക് വയലാർ പുരസ്കാരം ലഭിച്ചു. MK സാനു എഴുതിയ ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന കൃതിക്കും വയലാർ പുരസ്കാരം നേടിയിട്ടുണ്ട്. MK സാനുവിന്റെ ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന കൃതിക്ക്
വയലാർ പുരസ്കാരം ലഭിച്ചു. ആനന്ദിന്റെ മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്ന കൃതിക്കും വയലാർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്ന ആനന്ദ് എഴുതിയ കൃതിക്ക് വയലാർ പുരസ്കാരം ലഭിച്ചു. NN കക്കാട് എഴുതിയ സഫലമീ യാത്ര എന്ന കൃതിക്കും വയലാർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. NN കക്കാടിന്റെ സഫലമീ യാത്ര. കോവിലൻ എഴുതിയ തട്ടകം എന്ന കൃതിക്കും വയലാർ പുരസ്കാരത്തിന് ഇടയായിട്ടുണ്ട്. കോവിലന്റെ തട്ടകം കോവിലനാണ് എഴുതിയത്. അതിനും വയലാർ പുരസ്കാരം നേടിയിട്ടുണ്ട്. മലയാറ്റൂരിന്റെ യന്ത്രം എന്ന കൃതിക്കും വയലാർ പുരസ്കാരം നേടിയിട്ടുണ്ട്. യന്ത്രം എഴുതിയത് ആരാണ്? മലയാറ്റൂരിന്റെ യന്ത്രം എന്ന കൃതിക്കും വയലാർ പുരസ്കാരം നേടിയിട്ടുണ്ട്. T പത്മനാഭൻ എഴുതിയ പുഴ കടന്നു മരങ്ങളുടെ ഇടയിലേക്ക് എന്ന കൃതിക്ക് വയലാർ പുരസ്കാരം നേടിയിട്ടുണ്ട്. പുഴ കടന്നു മരങ്ങളുടെ ഇടയിലേക്ക് എഴുതിയത് ആരാണ്? T പത്മനാഭൻ. അതിന് വയലാർ പുരസ്കാരം ലഭിച്ചു. തിക്കൊടിയന്റെ അരങ്ങു കാണാത്ത നടൻ എന്ന കൃതിക്കും വയലാർ പുരസ്കാരത്തിന് അർഹത നേടി. അരങ്ങു കാണാത്ത നടൻ എഴുതിയത് തിക്കൊടിയൻ. അതിന് വയലാർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അടുത്തതായി PK ബാലകൃഷ്ണൻ എഴുതിയ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന കൃതിക്കും വയലാർ പുരസ്കാരത്തിന് അർഹത നേടി. ഇനി ഞാൻ ഉറങ്ങട്ടെ എഴുതിയത് ആരാണ്? PK ബാലകൃഷ്ണൻ. അതിനും വയലാർ പുരസ്കാരം നേടിയിട്ടുണ്ട്. PK ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ. KR മീരയുടെ ആരാച്ചാർ എന്ന കൃതിക്കും വയലാർ അവാർഡ് നേടിയിട്ടുണ്ട്. ആരാച്ചാർ എഴുതിയത് KR മീര. അവരുടെ ആരാച്ചാർ എന്ന കൃതിക്ക് വയലാർ പുരസ്കാരം നേടിയിട്ടുണ്ട്. ബെന്യാമിന്റെ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതിക്കാണ് 2021 വയലാർ അവാർഡ് നേടിയത്. 2021 ബെന്യാമിൻ എഴുതിയ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതിക്ക് വയലാർ അവാർഡ് നേടി. അശോകൻ ചരിവിൽ എഴുതിയ കാട്ടൂർ കടവിനാണ് 2024 വയലാർ പുരസ്കാരത്തിന് അർഹത നേടിയത്. അശോകൻ ചരിവിൽ എഴുതിയ കാട്ടൂർ കടവ് എന്ന കൃതിക്കാണ് 2024 വയലാർ പുരസ്കാരത്തിന് അർഹത നേടിയത്. അശോകൻ ചരിവിലിന്റെ കാട്ടൂർ കടവ്. അടുത്തതായി സന്തോഷ് കുമാർ എഴുതിയ തപോമയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് 2025 വയലാർ പുരസ്കാരം അർഹത നേടിയത്. 2025 വയലാർ പുരസ്കാരം നേടിയ കൃതി തപോമയുടെ അച്ഛൻ. ഇത് എഴുതിയത് സന്തോഷ് കുമാർ. സന്തോഷ് കുമാറിന്റെ തപോമയുടെ അച്ഛൻ എന്ന കൃതിക്ക് 2025 വയലാർ പുരസ്കാരം നേടിയിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി വയലാർ അവാർഡ് നേടിയ പ്രധാനപ്പെട്ട വ്യക്തികളും അവരുടെ കൃതികളും എന്ന ഈ ഒരു ചെറിയ ടോപ്പിക് വൈസ് വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ ശ്രമിക്കണേ. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് PSC റിലേറ്റഡ് ടോപ്പിക് വൈസ് വീഡിയോസും മറ്റ് റാങ്ക് ഫയൽ എക്സ്പ്ലനേഷനും ഒക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതാണ്. കൂടുതൽ വീഡിയോസ് ഉടൻ തന്നെ വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.